നമസ്കാരം. നമ്മൾ പണ്ട് കാലങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട്ടിലും മറ്റുള്ള എൻ്റെ അതേ പ്രായക്കാരുടെ വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ തികച്ചും വ്യത്യസ്തമായിരുന്നു. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കട്ടൻ കാപ്പി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നല്ല ഒരു രുചികരമായൊരു പാനീയം കിട്ടുമായിരുന്നു, കട്ടൻ കാപ്പി. അതിന്റെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കര, അതിനോടൊപ്പം കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഈ കാപ്പിക്കുരു നല്ലോണം പൊടിച്ചിട്ട് കിട്ടുന്ന, അങ്ങനെ ചില കടകളിൽ കിട്ടും. അതാ തേയിലപ്പൊടി അപൂർവമാണ്, കാപ്പിപ്പൊടി കട്ടൻ കാപ്പി എന്നാ അതിന് പറയുന്നത്. നല്ല രുചിയാണ് അത് കഴിക്കാൻ. ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ കാപ്പിയെ കിട്ടാറില്ല, ഇൻസ്റ്റന്റ് കോഫി. അതിന് രുചി ഇല്ലെന്നല്ല, അത് നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോ കാലം കംപ്ലീറ്റ് മാറി, കോലവും മാറി എന്ന് പറയുന്നതായിരിക്കും ശരിയായിട്ടുള്ളൊരു കാര്യം. ഇന്നാണെങ്കിലോ അതിന്റെ സ്ഥാനത്ത് നല്ല, ശരിക്ക് പറഞ്ഞാല് കൂടുതൽ കാറ്റിൽ ഫീഡും പോൾട്രി ഫീഡും ഒക്കെ ചെല്ലുന്ന കോഴികളും അതുപോലെ തന്നെ ആടുകളും പശുവും ഒക്കെയാണ് നമ്മളുടെ ഓരോ വീടുകളിലെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കമേഴ്സ്യലായിട്ട് കിട്ടുന്നത് അതിന്റെയൊക്കെ ബൈ പ്രോഡക്റ്റ് ആണ്. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളാവട്ടെ, അതുപോലെ തന്നെയാണ് ഈ പാലിന് പഞ്ചസാര, തേയിലപ്പൊടി, കാപ്പിപ്പൊടി എല്ലാം തന്നെ ഹൈലി പ്രോസസ്ഡ് ആണ്. ഈ പ്രോസസ്സിങ് എന്ന് പറയുന്നതാണ് ഞാൻ എപ്പോഴും പലപ്പോഴും കെമിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറയുമ്പം ഒരു ഏകദേശം 60 സിന്തറ്റിക് കെമിക്കൽസ്. ഈ കെമിക്കൽസ് തന്നെ 2 തരമുണ്ട്. നമ്മുടെ ശരീരം മുഴുവനും കെമിക്കൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതില് ഈ കെമിക്കൽസ് എന്ന് പറയുമ്പം അത് ഓർഗാനിക് കെമിക്കൽസ്, ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് കെമിക്കൽസ് ഉണ്ട്, സിന്തറ്റിക് മനുഷ്യന്റെ ഓരോ ഫാക്ടറിയിൽ തയ്യാറാക്കുന്ന കെമിക്കൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിവിഷനാണ് ഞാൻ എപ്പോഴും ഈ കെമിക്കൽസ് എന്ന് പറയുന്നത്, സിന്തറ്റിക് കെമിക്കൽസ്. ഈ സിന്തറ്റിക് കെമിക്കൽസ് ആർ നോട്ട് അറ്റ് ഓൾ അപ്രീഷ്യബിൾ ടു ഹ്യൂമൻ ബോഡി ബിക്കോസ് ഹ്യൂമൻ ബീയിങ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് നേച്ചർ. ഇതാണ് എന്നെ 10-25-30 വർഷമായിട്ട് എൻ്റെ ഈ ചികിത്സാ മേഖലയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഏറ്റവും പ്രേരിപ്പിച്ച ഒരു ഘടകം. അപ്പോൾ ഈ ഒരു ഡിവിഷനാണ് നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം രാവിലെ കാപ്പി കുടിക്കുന്നത് മുതൽ നമ്മൾ ഒത്തിരിയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മളുടെ പ്രഭാത ഭക്ഷണം ഏതൊക്കെ രീതിയിൽ ആയിരിക്കണം, എന്തൊക്കെ അതിനകത്ത് ഒഴിവാക്കണം. ഇപ്പോഴത്തെ പുതിയ തലമുറ വളരെ താല്പര്യപൂർവം കണ്ടുവരുന്ന ചില ആഹാര സാധനങ്ങളുടെ തകരാറുകൾ മനസ്സിലാക്കിക്കാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഭക്ഷണം, കഴിയുന്നതും ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ശരീരത്തിന് വേണ്ടത് ഏത് തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കണം. ഒരു ദിവസം തുടങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഷുഡ് ബി ലൈക്ക് എ കിങ് എന്നാ പറയുന്നത്. രാവിലത്തെ ഭക്ഷണം ഒരു രാജാവിനെ പോലെ കഴിക്കണം. അപ്പൊ അത് നമ്മൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാവും, ഇപ്പൊ പല കാര്യങ്ങളും. ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് ഒന്നാമത്തത്. ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് എന്ന് പറയുന്നത് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് റിഫൈൻഡ് പ്രോഡക്ട്സ് ആണ് അതിനകത്തുള്ളത്. ഇപ്പം സീരിയൽസ് എന്ന് പറയുന്നത് ധാന്യങ്ങൾ എന്ന് പറയുമ്പം അരിയുടേത് വരാം, ഗോതമ്പ് വരാം, ചോളം വരാം, ബാർലി വരാം, റാഗി വരാം. എല്ലാം തന്നെ ഇപ്പൊ തന്നെ റാഗി സീരിയൽസ് ഉണ്ട്. അപ്പം അത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എ സർട്ടൻ എക്സ്റ്റെന്റ് അത് ഹെൽത്തി ആണ്. എങ്കിൽ കൂടിയും ഇത് ഈ പ്രോസസ്സിങ് നടക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. പ്രോസസ്സ് ചെയ്യാതെ ഒരൊറ്റ പാക്കറ്റ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കിട്ടത്തില്ല. നമുക്ക് റോ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സീരിയൽസ് വളരെ അപൂർവമാണ്. അതിനകത്ത് എങ്ങനെയാണെങ്കിലും കുറച്ച് സിന്തറ്റിക് കെമിക്കൽസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഉദാഹരണം ഞാൻ അധികം പറയുന്നില്ല, കോൺഫ്ലേക്സ് അതുപോലെ തന്നെ കലോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ റിഫൈൻഡ് പ്രോഡക്ട്സിന്റെയും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിന്റെയും കെമിക്കൽസിന്റെ എൻട്രി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ എന്താണ് കൂടെ ചേർത്ത് കഴിക്കുന്നത്? പശുവിൻ പാലല്ലേ എല്ലാവരും കഴിക്കുന്നത്. അതിന്റെ കാര്യം ഞാൻ പറയാം, പശുവിൻ പാല് ദോഷമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വൻ വ്യവസായമാണ്. പാലെന്ന് പറയുന്നത് ലോകം മുഴുവനും ഏറ്റവും അംഗീകരിച്ച ഏറ്റവും നല്ല ഒരു ഭക്ഷണ പാനീയം തന്നെയാണ്. പക്ഷേ
അതിനകത്ത് ഇപ്പോൾ നമ്മള് എന്റെ കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. എന്റെ വീടുകളില്, എന്റെ വീട്ടിൽ പശുവും ആടും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ശരിക്കും പറയാൻ പുല്ല് പറിക്കാൻ എന്റെ എനിക്കൊന്നും അതിന്റെ ഒരാവശ്യം വന്നില്ല. എന്റെ കീഴിൽ കുട്ടികൾ ഉണ്ടായിരുന്നുണ്ട്. അവര് പോയി പുല്ലൊക്കെ പറിച്ചു. അവരുടെ വൈകിട്ടത്തെ ജോലി അതാണ്. ആ പുല്ല് കൊണ്ടുവന്നിട്ട്, അതുപോലെ തന്നെ ആടിനുള്ള തോല്, ആട്ടിന്റെ ഈ ഇത് കൊടുക്കുന്നത് ഈ മാവിന്റെ ഇലയും പ്ലാവിന്റെ ഇലയും ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ പറിക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു അന്ന്, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ എത്ര ശുദ്ധമായിരുന്നു അതിന്റെ പാല്. പശുവിന്റെ പാല് എന്ന് പറഞ്ഞാൽ പശുവിന്റെ കുട്ടികൾക്കാണെങ്കിൽ കൂടിയും മനുഷ്യനും അത് കഴിക്കുമായിരുന്നു. പക്ഷെ അത് ശുദ്ധമായതാവുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു ഡിഫറെന്റ് സ്പീഷീസ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇൻകോമ്പാറ്റബിലിറ്റി പലപ്പോഴും ഉണ്ടാവുകയും കുട്ടികൾക്ക് ശ്വാസം മുട്ടലും കഫക്കെട്ടും ഒക്കെ വരാനുള്ള ഒരു സാധ്യത അതിൽ കൂടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ചിലർക്ക് കൗസ് മിൽക്ക് അലർജി എന്ന് പറയുന്നത്. ആ ഒരു അലർജിയിൽ എപ്പോഴും തുമ്മലും ചുമയും കഫക്കെട്ടുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അത് എന്റെ മോൾക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്റെ മോൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അന്ന് ആ നേച്ചർ മാഗസിനിൽ ഞാൻ ഇങ്ങനെ ഒരു നല്ല ഒരു ആർട്ടിക്കിൾ വായിച്ചാണ് എന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്. 99% of upper respiratory tract infections are mainly due to cow's milk allergy. 99% അലർജിക്, അതായത് ലങ്സുമായി ബന്ധപ്പെട്ട ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കഫക്കെട്ട്, ചുമ, ശ്വാസം മുട്ടൽ, ഇവയെല്ലാം തന്നെയും ഈ പശുവിന്റെ പാലിന്റെ അലർജി കൊണ്ടാണെന്നുള്ള ഒരു തിരിച്ചറിവ് അന്ന് എനിക്കുണ്ടായി. അതോടൊപ്പം ഞാൻ അന്ന് തന്നെ എന്റെ മോളുടെ ഈ പാൽ 2-3 പ്രാവശ്യം എനിക്ക് മേടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഒക്കെ സൗകര്യത്തിന് എപ്പോഴും ഒരു ഗ്ലാസ്സിനകത്താണ് പാലൊഴിച്ച് കൊടുക്കുക. അവൾ കുടിക്കും. അവൾക്ക് വേറെ ആഹാരം ഒന്നും വലിയതായിട്ട് കഴിക്കത്തൂല. എന്നും ചുമയും കഫവും. ഞാനും മരുന്ന് കൊടുത്ത് എന്റെ സത്യം പറഞ്ഞാൽ ഊപ്പാട് വന്നെന്ന് പറയുന്നത് കറക്റ്റായിരുന്നു. അങ്ങനെ അത് എനിക്ക് ആ ഒരു വെളിപാട് അന്ന് കിട്ടിയതാണ്. അപ്പൊ അന്ന് മുതൽ ഞാനത് മനസ്സിലാക്കിയാണ്. ഞാൻ എന്റെ പേഷ്യൻസിന് പോലും അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവർക്ക് അപ്പൊ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. പാലും പാലുൽപ്പന്നങ്ങളും. അപ്പൊ നമ്മൾ ഈ സീരിയൽസിനകത്ത് ചേർക്കുന്ന പാല് ഏറ്റവും കുഴപ്പമാണ്. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കും. പഞ്ചസാര ചേർക്കുന്നവരപ്പം ഇത് മൂന്നും കൂടെ ആകുമ്പോൾ ഇറ്റ്സ് എ റോങ് കോമ്പിനേഷൻ. ശരീരത്തിന് വേണ്ടാത്ത 3 ഘടകങ്ങളാണ് രാവിലെ തന്നെ നമ്മൾ കഴിക്കുന്നത്. അപ്പം അത് നമ്പർ 1 ആയിട്ട് നമുക്ക് മാറ്റി നിർത്താം. ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ് നമുക്ക് വേണ്ട, കഴിയുന്നതും കുറയ്ക്കുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ കൊതിയുള്ളപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കലക്കി കുടിച്ചിട്ട് സമയമില്ലാത്ത അങ്ങനെയുള്ള ഒരു, നമ്മൾ ഫാസ്റ്റ് വേൾഡിലല്ലേ, കഴിച്ചിട്ട് പോകാം. വൺസ് ഇൻ എ വൈൽ, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ. അതുപോലെ നമ്മള് ഒത്തിരി എന്താ പറയാ, സോസേജസ്, ബേക്കൺസ് എല്ലാവരും കഴിക്കുമെന്നല്ല, ഞാൻ പറയുന്നതാണ്. ഇതെല്ലാം തന്നെ പ്രോസസ്ഡ് മീറ്റ് ആണ്. പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തും ഇതുപോലെ വളരെയധികം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാവും. അത് ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഒരു ഘടകം അതിനകത്ത് നന്നായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അത് പ്രോസസ്ഡ് മീറ്റ് ക്യാൻസർ ഒക്കെ വരാൻ കൂടുതലും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതിനകത്തുള്ളത്. അപ്പം എന്ന് പറഞ്ഞിട്ട് മീറ്റ് നല്ലതല്ലെന്നല്ല പറയുന്നത്. ഈ പ്രോസസ്ഡ് മീറ്റ് ഇതുപോലെ ഇങ്ങനെ സോസേജും ബേക്കണും സാൽമൺ എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ, അങ്ങനെയുള്ള സലാമീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് അതിന്റെ പേരുകൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം തന്നെയും നമ്മൾ കഴിയുന്നത് കുറയ്ക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ കുറയ്ക്കുക. മുതിർന്നവരും അതൊന്നും അധികം കഴിക്കാതെ നോക്കുക ബ്രേക്ക്ഫാസ്റ്റില്. പിന്നെ ഉള്ളത് ചീസ് ഉണ്ട്, യെല്ലോ ചീസ് എന്ന് പറയും. അതൊക്കെ ഒത്തിരി എന്താ പറയാ, ഈ ഒരു നമ്മുടെ ശരീരത്തിന് അത്ര നല്ല ഇൻഗ്രീഡിയന്റ് അല്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചീസ് അത്ര കുഴപ്പമില്ല എന്ന് പറയും. എങ്കിലും മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഷുഡ് ബി അവോയ്ഡഡ് ടു ദ മാക്സിമം. അതുപോലെ തന്നെയാണ് ഫ്ലേവേർഡ് യോഗട്ട് എന്ന് പറയുമ്പോൾ ഈ കേർഡില്ലേ, തൈര് നമ്മൾ മധുരം ഒക്കെ ചേർത്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും കഴിക്കും. ഒത്തിരി ഹെൽത്തിയാണ്, പ്രോബയോട്ടിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനകത്തുള്ള പോഷകങ്ങളൊക്കെ തന്നെയും നശിച്ചു പോകുന്ന രീതിയിലാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അത് ആരെയും കുറ്റം പറയല്ല, ഞാൻ ഈ ഇൻഡസ്ട്രിയെ പോലും കുറ്റം പറയല്ല, അത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് ചികിത്സിക്കാൻ പോകാതെ ഇതൊരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിലാണ്. പിന്നെ അസുഖങ്ങൾ ഉള്ളവർ തീർച്ചയായും ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ തീരെ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. പിന്നെ ഉള്ളത് ബ്രെഡ് ഗ്രൂപ്പ്, വീറ്റും വീറ്റ് പ്രോഡക്ട്സ്. വീറ്റ് കഴിക്കാം, പക്ഷേ ഓർഗാനിക് വീറ്റ്, അതായത് ഗ്ലൂട്ടൻ ഫ്രീ വീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അത് ഹോൾ വീറ്റ് ആയിരിക്കണം. ഹോൾ വീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രോസസ് ചെയ്ത് മൈദ
ബ്രെഡ് പൊറോട്ട, പാസ്ത, ചൈനീസ് നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം മൈദ ഫുഡ് ഐറ്റംസ് ആണ്. മൈദ എന്ന് പറയുന്നതിനകത്ത് ഒരു ഗുണവുമില്ല. ശരിക്ക് അത് നമ്മളുടെ ശരീരത്തിനകത്ത് ആവശ്യമായ ന്യൂട്രിയൻസും അതുപോലെ തന്നെ അതിനകത്തുള്ള ഫൈബറും ഒക്കെ മാറ്റിയിട്ടാണ് മൈദ എടുക്കുന്നത്. ഹൈലി പ്രോസസ്ഡ് ആണ്. ഭയങ്കര ടേസ്റ്റ് ആണ്, നല്ല രുചിയാണ്. അങ്ങനെ വളരെ സോഫ്റ്റും നല്ല വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലുള്ള കാര്യമാണ് മൈദ. മൈദ ഫുഡ്സ് എല്ലാം തന്നെ, ബേക്കറി ഐറ്റംസ്. പിന്നെ അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ് കേക്ക്സും കുക്കീസും എല്ലാം. ഇതൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു ചിലർ ഇത് രാവിലെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതൊക്കെ അങ്ങ് കഴിച്ചിട്ട് പോകും. രാവിലെ ബ്രെഡ് എടുക്കുക, അതിനകത്ത് കുറച്ച് ബട്ടർ പുരട്ടുക, അല്ലെങ്കിൽ കുറച്ച് മറ്റേ ജാം പുരട്ടുക. അപ്പൊ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. എനിക്കും ഇതൊക്കെ സത്യം പറയാൻ കഴിക്കാനായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മള് കഴിക്കാതെ കൺട്രോളിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പോവുകയും അതല്ല വല്ലപ്പോഴും കഴിക്കാൻ തോന്നി ചെറിയൊരു പീസ് കഴിച്ചോണം. നിങ്ങൾ ഭയങ്കര ടെംപ്റ്റിങ് ആണെങ്കിൽ ചെറുതായിട്ട് ഒരു പീസ് കഴിക്കണം. ആ ഒരു കണ്ടീഷനിലായിരിക്കണം നിങ്ങൾ ഭക്ഷണം ഇങ്ങനെയുള്ള അൺഹെൽത്തി ഫുഡ്സ് കഴിക്കേണ്ടത്. വളരെ യു ക്യാൻ ടേക്ക് വൺസ് ഇൻ എ വെൽ, ഡോണ്ട് മേക്ക് ഇറ്റ് എ റൂട്ടീൻ പ്രൊസീജിയർ എന്ന് ഞാൻ പലപ്പോഴും പറയാറില്ലേ. അപ്പോ മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും മാറ്റി അതുപോലെ വീറ്റ് പ്രോഡക്ട്സും നമുക്ക് രാവിലത്തേക്ക് വേണ്ട. പിന്നെ നമ്മുടെ സോസേജ് അങ്ങനെയുള്ള മീറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റും നമുക്ക് വലിയ താല്പര്യമില്ല. അത് പിന്നെ അടുത്തത് ഡ്രിങ്ക്സ് ആണ്. വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഫാസ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മളെ സിന്തറ്റിക് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള നല്ല ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ, അങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ഡ്രിങ്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട് ജ്യൂസുകളും. ഈ പാക്കറ്റ് വരുന്ന ഫ്രൂട്ട് ജ്യൂസുകൾ, നിങ്ങൾക്ക് ജ്യൂസ് വേണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിച്ച് മിക്സി നന്നായിട്ട് അടിച്ചിട്ട്, ഇപ്പൊ ബ്ലെൻഡർ ഉണ്ട് അല്ലെങ്കിൽ ജ്യൂസർ ഉണ്ട്, അപ്പൊ അതിലടിച്ചിട്ട് മധുരം അധികം ഇടാതെ കഴിക്കാൻ നോക്കുക. മധുരം ഇടുന്നെങ്കിൽ അത് തേനോ അതല്ല എങ്കിൽ കരിപ്പട്ടിയോ ശർക്കരയോ ചേർക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കഴിക്കാം, മധുരം കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഉള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ കിട്ടുന്നത് അതിനകത്ത് ഒത്തിരി പ്രോസസ്സിങ് ഉണ്ടാവും. അതിനകത്ത് കൂടുതൽ ഇതുപോലെ എന്താ പറയാ സ്റ്റെബിലൈസിങ് ഏജൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം തന്നെയും ശരീരത്തിന് സ്ഥിരമായി കഴിക്കുമ്പോൾ, വല്ലപ്പോഴും ആകുമ്പോൾ ഒരു കുഴപ്പവും വരില്ല. സ്ഥിരമായി കഴിക്കുമ്പോൾ ഇതെല്ലാം തന്നെയും ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കുറച്ച് പ്രായം ഉള്ള ആൾക്കാർ എല്ലാവരും തന്നെയും പിന്നെ അരി ആഹാരം ഒന്ന് പൊതുവെ തന്നെ ഒന്ന് കുറയ്ക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പ്രിവെന്റീവ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ കൂടുതലായിട്ട് അരിയാഹാരം കഴിക്കാതെ നോക്കുക. പിന്നെ അത് എന്ത് കഴിക്കണം എന്നുള്ളതാണ് ഇനി അടുത്ത വിഷയം. അമിതമായിട്ട് അരിയാഹാരം കഴിക്കാതിരിക്കുക. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കണം, അത് എല്ലാവർക്കും മറ്റുള്ള പേഷ്യൻസിനും അല്ലാത്തവർക്കും. അപ്പൊ പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഈ ഒരു 4 കാറ്റഗറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെയും അന്നജത്തിന്റെ അതിപ്രസരമാണ് അസുഖം ഉണ്ടാക്കാൻ കാരണം. അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ അരിയാഹാരം, കിഴങ്ങുവർഗം, മധുരപലഹാരം, ബേക്കറി ഐറ്റംസ്, പിന്നെ പഴവർഗ്ഗങ്ങൾ പോലും, അമിതമായ പഴവർഗ്ഗങ്ങൾ പോലും. അങ്ങനെ അപ്പോ അത് രോഗികൾ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് എടുക്കാം. അടുത്തത് നോർമൽ പേഴ്സൺ ആയിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കണം, ഇത് രണ്ടും ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയായിരിക്കണം ഈ രണ്ട് ഗ്രൂപ്പിനും. എല്ലാവരും പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവുമാണിത്. ഞങ്ങൾ ഡയബറ്റിക് ആണ്, അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങണം? അപ്പൊ ആദ്യം ഞാൻ രോഗികളെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? തീർച്ചയായും അന്നജം നന്നായിട്ട് കുറയ്ക്കണം. ഒരു നല്ല പ്രോട്ടീൻ അല്ലെങ്കിൽ നല്ല ഫാറ്റ്, നന്നായിട്ട് ഫൈബർ ഉള്ള ഒരു ഭക്ഷണക്രമത്തിലേക്ക് മാറണം. അപ്പൊ അതിന് എളുപ്പമുള്ള ഒരു മാർഗം, പിന്നെ അതിന് മുന്നേ ഉള്ള ഒരു കാര്യം, എഴുന്നേൽക്കുമ്പം എന്ത് കുടിക്കണം എന്നുള്ളതാണ്. രാവിലെ നമുക്കൊരു ഡ്രിങ്ക് കുടിക്കണമല്ലോ. അപ്പം രോഗികളായ എല്ലാവർക്കും തന്നെയും പ്രമേഹമാവട്ടെ, ഈ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ളവർക്കും ഉള്ള കരിഞ്ജീരക ചായ, പെരുംജീരക ചായ, മല്ലിച്ചായ, 3 ചായകൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. കരിഞ്ജീരകം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കറുവപ്പട്ട. അത് നല്ല ഒരു വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പം ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ആദ്യമുള്ള ഓൾഡസ്റ്റ് വീഡിയോയിൽ പോപ്പുലർ ഇട്ടാൽ മതി, അപ്പം നിങ്ങൾക്ക് അത് കിട്ടും. അത് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതിന്റെ കറക്റ്റ് കോൺസെൻട്രേഷൻ ഒക്കെ നോക്കി ചെയ്യുക. 1 ടീസ്പൂൺ 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട്, ഡയബറ്റിക് പേഷ്യന്റ് ഈ പറഞ്ഞ എല്ലാവർക്കും തന്നെ മധുരം ഇല്ലാതെ കുടിക്കാവുന്നതാണ്. മല്ലിച്ചായ ആവട്ടെ,
അതുപോലെ തന്നെ കരിഞ്ജീരക ചായ ആവട്ടെ, പെരുംജീരക ചായ, ഇവയെല്ലാം തന്നെ അങ്ങനെ കഴിക്കാം. ഇത് ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നുമുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കും. ഇവിടെ രോഗികളൊക്കെ വരുമ്പോൾ ഞാൻ ഇല്ല, പലർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അത് ആവശ്യമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ അത് രാവിലെ കഴിക്കുക. അതേസമയം രോഗികളല്ലാത്ത നോർമൽ പേഴ്സൺ എന്ത് ചെയ്യണം? അവർക്ക് കരിപ്പട്ടി ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം, എന്ത് വേണമെങ്കിലും ഇതിനോടൊപ്പം നന്നായിട്ട് ഈ പറഞ്ഞ കരിഞ്ജീരകം, പെരുംജീരകം, ഏലക്ക അത് തന്നെ വേണമെന്നില്ല അവർക്ക്. അവർക്ക് വേണമെങ്കിൽ ലേശം ചായയോ കാപ്പിയോ കുടിക്കാം, നോർമൽ അല്ലേ, ചെറിയ തോതിൽ കഴിക്കാവുന്നതാണ്. പിന്നെ അസുഖം വരണ്ട, നല്ല ആരോഗ്യ ഉന്മേഷം ഉണർവ് ഒക്കെ വേണം 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 എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒഴിവാക്കിക്കൊണ്ട് ഈ കരിഞ്ജീരക ചായ, പെരുംജീരകം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അതിലുണ്ട്. ഒത്തിരി മെലിഞ്ഞിരിക്കുന്നവര് ഈ ഒരു ചായയിലേക്ക് പോകാതിരിക്കുകയാണ് ഭേദം. ഈ ചായ വീണ്ടും മെലിഞ്ഞു പോകാനുള്ള, നന്നായിട്ട് വണ്ണം കുറയ്ക്കുന്നതും പിന്നെ ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കുന്നതുമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തതാണെങ്കിൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഈ പറയുന്ന പ്രമേഹ രോഗികൾ എന്ത് ചെയ്യണം? അവർ ഇപ്പം 4 കാറ്റഗറി: പ്രമേഹം, അമിതവണ്ണം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഓവറി. ഈ 4 ഗ്രൂപ്പിലും തീർച്ചയായും നമുക്ക് കഴിക്കേണ്ട ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്ക്രാമ്പിൾഡ് എഗ്. സ്ക്രാമ്പിൾഡ് എഗ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിയാ സീഡ് ഓംലെറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് കിട്ടും. നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഫുൾ മീൽ ബൈ ഇറ്റ് സെൽഫ്. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അതിൽ കിട്ടത്തക്ക രീതിയിൽ, എന്നാലും ഒരു പോഷകങ്ങളും കിട്ടണം, ഔഷധ ഗുണവും കാണണം, നല്ല രുചിയും കാണണം. അതല്ലേ എല്ലാവർക്കും ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുട്ട എടുക്കുക, 2 മുട്ട എടുക്കുക. നാടൻ മുട്ട ആയിരിക്കണേ, അത് വളരെ പ്രധാനമാണ്. ബ്രോയിലറിലേക്ക് പോകാതിരിക്കുക. അതിനോടൊപ്പം കുറച്ച് ടൊമാറ്റോ, തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചുവന്നുള്ളി, ഇത്തിരി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില, പിന്നെ ചിയാ സീഡ്. ഞാൻ എപ്പോഴും പറയില്ലേ, ചിയാ സീഡ്. ഇത്രയും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇച്ചിരി ഉപ്പും ഇട്ട് കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇടാം. ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നെയ്യ് ചേർക്കാം. നല്ല നെയ്യായിരിക്കണം. നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിക്കുക. ഇത് മാത്രം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ഇതിൽ ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തോ അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കിയോ എടുത്ത് കഴിക്കാം. ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു 4-5 മണിക്കൂറായാലും വിശപ്പ് വരത്തില്ല എന്ന് ഞാൻ ബെറ്റ് വെക്കാം. ശരിക്കും അത്രയ്ക്ക് വളരെ ഹൈലി ഫില്ലിംഗ് ആണ്. മാത്രമോ, നിങ്ങൾ എത്ര അന്നജം കുറയ്ക്കുന്ന അത്രയും നിങ്ങൾക്ക് എനർജി ആയിരിക്കും ത്രൂ ഔട്ട് ദ ഡേ. നല്ല ആരോഗ്യം ഫീൽ ചെയ്യും, നല്ല ക്ഷീണം മാറി. എൻ്റെ അനുഭവമാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്. ഞാൻ ഈ ഓരോ ദിവസവും ആശുപത്രി പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച്. ഞാൻ ഇത്തിരി ബദാമും അതും കൂടെ കഴിക്കും. അതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്, ബദാം കഴിക്കാം. പക്ഷെ പ്രമേഹ രോഗികൾ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവര് ബദാം കഴിക്കുക, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുത്. മറ്റേ നോർമൽ പേഴ്സണ് ബദാമും ഫ്രൂട്ട്സും ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം രോഗികളാണെങ്കിൽ അതിനോടൊപ്പം മാക്സിമം നമ്മൾ അന്നജമില്ലാതിരിക്കുക, അല്ലെങ്കിൽ 1 ഇഡ്ഡലിയോ 1 ദോശയോ അല്ലെങ്കിൽ എന്തെങ്കിലും റാഗിയുടേതോ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കാം. അതേസമയം നോർമൽ പേഴ്സൺ ആണെങ്കിലോ അവർക്ക് 2 ഇഡ്ഡലി കഴിക്കാം. 4 ഇഡ്ഡലിയൊക്കെ കഴിക്കുമല്ലോ മിക്കവാറും എല്ലാവരും. അപ്പോൾ ഒരു 2 ഇഡ്ഡലി അല്ലെങ്കിൽ 2 ദോശ, അതിനോടൊപ്പം ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗും കഴിക്കണം. അപ്പോൾ അതൊരു നല്ല ശരീരത്തിന് വേണ്ട എല്ലാ പോഷകവും കിട്ടും. അതോടൊപ്പം നമുക്കൊരു വയറ് നിറയാനും നമുക്കൊരു സന്തോഷം. എല്ലാവർക്കും ഈ അന്നജം ചെല്ലുന്നതാണല്ലോ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് പോകണം. അതാണ് മുട്ടയും. പിന്നെ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് വേറൊരു ഡയറ്റ് പ്ലാനും വേണമെങ്കിൽ എടുക്കാം. ഫ്രൂട്ട്സ്, നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് കഴിച്ച് ഈ നട്ട്സും ഒക്കെ കഴിക്കുക. അതിനോടൊപ്പം ഇഡ്ഡലി കഴിക്കുക. ഇഡ്ഡലി 1-2 കറികൾ, സാമ്പാർ, ചമ്മന്തി, അങ്ങനെയുള്ള കറികൾ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഉപയോഗം എല്ലാവരും റെഗുലർ ആയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ അർത്ഥത്തിലും തല മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായ ഏറ്റവും നല്ല ഇൻഗ്രീഡിയന്റ് ആണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് അൺറിഫൈൻഡ് ആണ്, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് നിങ്ങൾ വാങ്ങി, അത് ആമസോണിലും ഒക്കെ കിട്ടും, നല്ലത് നോക്കി വാങ്ങുക. അപ്പോൾ അത് എൻ്റെ പേഷ്യൻസിന് ഏറ്റവും അത്യാവശ്യമായി ഞാൻ കൊടുക്കുന്നതാണ്.
എൻ്റെ LK ഡയറ്റ് പ്ലാനിലും ഗ്രെയിൻ ഫ്രീ ഡയറ്റ്സിലും എല്ലാം മോസ്റ്റ് ഇനവിറ്റബിൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതിന്റെ ഉപയോഗം, അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല. ഗർഭിണികളാവട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളാവട്ടെ, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവരും അത് റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദ ഡിഫറൻസ്. നിങ്ങൾക്ക് ഒരു ദിവസവും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ തന്നെ നന്നായി വരും, ഹെയർ നന്നായി വരും. അപ്പൊ ഇവയൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും. യു വിൽ ഹാവ് ആൻ അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് എന്നുള്ള ഹെൽത്തി മോർണിംഗ് എന്ന് പറയാം. രാവിലത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത്. ഒഴിവാക്കേണ്ടതും കഴിക്കേണ്ടതുമായ ഭക്ഷണങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞു. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇടാം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.